വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മളൊരു പുതിയ വണ്ടിയുടെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മളുടെ ഗ്ലാൻസ, ഒരു ടൈപ്പ് 2 ഗ്ലാൻസയും കൂടി നമുക്ക് വർക്ക് ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുന്നു. കൂടാതെ നമുക്ക് ഇതുവരെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ നമ്മളുടെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ കാര്യമാണ് കോയിലോവേഴ്സിന്റെ വീഡിയോ നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചുള്ള കാര്യം. ശരിക്കും നമ്മൾ ഇന്ന് കോയിലോവറാണ് ഈ ഒരു ഗ്ലാൻസിക്ക് ഇടാൻ പോകുന്നത്. ഇതിന്റെ ഫസ്റ്റ് ജനറേഷൻ ഗ്ലാൻസിക്കും എസ്റ്റിആരെയും തന്നെ നമുക്കൊരു കോയിലോവർ ഇടാൻ പറ്റിയ ഒരു ഭാഗ്യം നമുക്കുണ്ടായിരുന്നു. ആൻഡ് ദ സെക്കൻഡ് ജനറേഷനും നമ്മൾ ഇന്ത്യസ് ഫസ്റ്റ് കോയിലോവർ സിസ്റ്റം ആഡ് ചെയ്യാൻ പോവുകയാണ്. എനിവേ, നമ്മൾ കോയിലോവേഴ്സ് എന്താണ്, അല്ലെങ്കിൽ ഏതെല്ലാം ടൈപ്പ് ഓഫ് കോയിലോവേഴ്സ് ഉണ്ട് നമ്മുടെ മാർക്കറ്റിൽ, അല്ലെങ്കിൽ വണ്ടി താഴ്ക്കാനായി അല്ലെങ്കിൽ ആ വീൽ ഗ്യാപ്പ് കളയാനായി നമുക്ക് ഏതെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു ബ്രീഫായിട്ട് ഒരു എക്സ്പ്ലനേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിന്നത്. കാരണം ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിച്ചിരുന്നു ഈ ഒരു എന്താ പറയുന്നത് കോയിലോവേഴ്സ് നമുക്ക് എന്താണ് കോയിലോവേഴ്സ് ഇടുന്നതിനുള്ള ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ സ്പ്രിങ് തന്നെ മതിയോ, അല്ലെങ്കിൽ ഒരു എയർ സസ്പെൻഷനിലേക്ക് പോയാലോ. നമ്മൾ ഈ 3 കാര്യം ചെയ്ത് കൊടുക്കുന്നത് ബേസ്ഡ് ഓൺ ദ ബഡ്ജറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഒരു 3 കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. എനിവേ, നമുക്ക് വണ്ടി താക്കാനായി ഉപയോഗിക്കാനായിട്ട് ഒരു 3 രീതിയിലാണ് നമുക്ക് വരുന്നത്. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ സ്പ്രിങ് ഇട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ വണ്ടി താക്കുന്നത്. ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മൾ കോയിലോവേഴ്സ് ഇട്ടാണ് വണ്ടി, അത് അഡ്ജസ്റ്റബിൾ കോയിലോവേഴ്സ് ആണ് വരുന്നത്. ദ തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മളുടെ എയർ സസ്പെൻഷൻ ഉപയോഗിച്ചുകൊണ്ടും, അതും അഡ്ജസ്റ്റബിൾ ഡാമ്പർ അഡ്ജസ്റ്റ്മെന്റ് വിത്ത് 1 ഇയർ വാറന്റിയോട് കൂടിയുള്ള എയർ സസ്പെൻഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിവേ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിൽ ആദ്യം വരുമ്പോൾ തന്നെ നമുക്കൊരു സ്പ്രിങ്സ് വരുന്നുണ്ട്. സ്പ്രിങ്ങിനകത്ത് നമുക്ക് ശരിക്കും നമ്മുടെ സ്റ്റഡ് റീപ്ലേസ് ചെയ്യാണ്ട് സ്പ്രിങ് അതിനകത്ത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 2-2.5 ഇഞ്ചോളം നമ്മൾ എന്ത് ചെയ്യുന്നു, താക്കുന്നു. ഇതാണ് നമ്മൾ അതിനകത്ത് വരുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞൊരു കാര്യം. വേറെ ഒന്നുമല്ല. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നോർമൽ രീതിയിൽ പല ടൈപ്പ് ഓഫ് മാർക്കറ്റിൽ നമുക്കൊരു കുറെ ബ്രാൻഡ്സ് ഇറങ്ങുന്നുണ്ട്. ബട്ട് ആ ബ്രാൻഡ്സിൽ ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും വരുന്നതെന്ന് പറയാനായിട്ട് ഈ എന്താ പറയുന്നത്, സ്പ്രിങ്ങിന്റെ ഓരോരോ ഹൈറ്റ്, അതായത് 35-30 അല്ലെങ്കിൽ ഒരു 25-20-25, നമുക്ക് ഓരോ രീതിയിൽ ഇവനെ എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ബ്രാൻഡ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ കോയിലോസിനെ പറ്റിയാണ് ശരിക്കും ഞാൻ ഇന്നൊരു എക്സ്പ്ലനേഷൻ തരാൻ വന്നത്. വേറെ ഒന്നുമല്ല, നമുക്ക് ഇന്ന് കോയിലോവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ഒരു ഗ്ലാൻസ് ടൈപ്പ് 2ലേക്കാണ്. ശരിക്കും എല്ലാവരുടെയും വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോയിലോവർ എടുത്തു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ വണ്ടികൾക്കും ഇത് സ്യൂട്ടബിൾ ആണെന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ശരിക്കും അങ്ങനെയല്ല. ഓരോ വണ്ടിക്കും സ്പെസിഫൈഡ് ആയിട്ടുള്ള കോയിലോവേഴ്സും നമുക്ക് എന്തുണ്ട്, മാർക്കറ്റിലുണ്ട്. അപ്പൊ അത് മാത്രമേ നമുക്ക് ഈ സ്റ്റഡ് ആയിട്ട് മാച്ചബിൾ ആവത്തുള്ളൂ. അപ്പം ഇതിന്റെ എടുത്തുകൊണ്ട് പോയി സ്വിഫ്റ്റിന് ഇടുക, അല്ലെങ്കിൽ സ്വിഫ്റ്റിന് എടുത്തുകൊണ്ട് വന്ന് ടൈപ്പ് 2 ഇടുക, അതൊന്നും നടക്കില്ല. അപ്പൊ ഇതിന് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പറും ഈ പറയുന്ന കാര്യങ്ങളും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമുക്ക് ഇത് എന്ത് ചെയ്യാൻ വേണ്ടി, ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈറ്റ്. എല്ലാവർക്കും ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലായിരിക്കും. കാരണം ഓരോ വീട്ടിലേക്ക് ഇറങ്ങുന്ന രീതി ഡെയിലി ഡ്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ പറഞ്ഞതിന്റെ കൂട്ടം നമ്മളെ കോയിലോവർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ കോയിലോവേഴ്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടാണ് ഇത് വരുന്നത്. അതിന്റെയാണ് ഇതിന്റെ ഒരു ത്രെഡ് വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ശരിക്കും ഇതാണ് നമ്മുടെ ഫ്രണ്ട് സ്റ്റഡ് വരുന്നത്. ഈ സ്റ്റഡിനകത്ത് തന്നെ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, കണ്ടില്ലേ, ഓരോ ത്രെഡ് ഇരിപ്പുണ്ട്. ഇത് തന്നെ 32 സ്റ്റെപ്പാണ് വരുന്നത്. ഇതിനകത്തൊക്കെ ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ പ്രിഫറബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് വേണ്ടി നമുക്ക് ഇതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. കൂടാതെ ഇതിനകത്തൊരു സ്പ്രിങ് വരുന്നുണ്ട്. ആ ടെൻഷനർ മാറ്റാനുള്ള സ്പ്രിങ്ങും വരുന്നുണ്ട്. കൂടാതെ തന്നെ ഇതിന്റെ ഡാമ്പ്, അതായത് ഫ്രണ്ട് നമുക്ക് ഡാമ്പ് ചെയ്യാനും പറ്റും. ഇതിനകത്ത് തന്നെ നമുക്ക് ഇതിന്റെ ബാക്കിലും സെയിം അഡ്ജസ്റ്റ് ചെയ്യാനും ഡാമ്പ് ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് കമ്പനി ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് 12 മാസത്തോളം വാറണ്ടി വരുന്നുണ്ട്. കൂടാതെ ഇത് മാനുവലി ആണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കൊഴിയോർ ഇടുമ്പം എല്ലാവരും ഇതിന്റെ സ്വിച്ച് ഇടുമ്പോൾ പോകും, അതല്ല. സത്യം പറഞ്ഞാൽ എയർ, അല്ലെങ്കിൽ അതിനൊരു എന്താ പറയുന്നത്, ഈ കോയിലോർ വിത്ത് എയറോ അങ്ങനെ എന്ത് നമുക്ക് അതിനെയൊക്കെ വിളിക്കാം. ഇതിനകത്ത് വരുന്ന പറഞ്ഞാൽ മാനുവലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഗ്ലാൻടെക് വരുമ്പോൾ ഇതിന്റെ ലിങ്ക് റോഡും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഷോർട്ട് ലിങ്ക് റോഡാണ് വരുന്നത്. നമുക്ക് ഒരു എന്താ സ്റ്റാൻഡ് ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടയർ കുറച്ചും കൂടി ഒന്ന് മടങ്ങി കിടക്കണം, ഫ്രണ്ടൊക്കെ കിടക്കണമെന്നുണ്ടെങ്കിൽ അതിനൂടെ വേണ്ടിയാണ് ഷോർട്ട് നമ്മുടെ ലിങ്ക് റോഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് ശരിക്കും ലിങ്ക് റോഡ് വരുന്നത്. നമ്മൾ ഇതിലൂടെ ചേർത്തിട്ടാണ് ഇതിന് കൊടുക്കുന്നത്. എന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ എന്താ പറയുന്നത്, നോർമൽ ഒരു ലിങ്ക് റോഡിന് എന്ത് കിലോമീറ്റർ കിട്ടും അതേ കിലോമീറ്റർ തന്നെ ഇതിന് കിട്ടും. പിന്നെ നമ്മളെല്ലാം ബേസ്ഡ് ഓൺ ദ ഡ്രൈവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിന്റെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സാധനങ്ങളെല്ലാം നിൽക്കുന്നത്. എല്ലാവരും വിചാരം ഇതെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം അങ്ങ് 200 പറപ്പിക്കാന്നൊന്നുമില്ല. ഒരു ഡെയിലി ഡ്രൈവേഴ്സ് അത്യാവശ്യം സ്റ്റാൻഡ് ലുക്കിലൊക്കെ ഓടുന്നതെന്നുള്ളവർക്ക് ഇത് പ്രിഫറബിൾ ആയിരിക്കും. ഇതാണ് ശരിക്കും ടൂൾ വരുന്നത്. ഈ ടൂളിനകത്താണ് നമ്മൾ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ഒരെണ്ണത്തിന് നമ്മൾ ടൈറ്റ് ചെയ്യുകയും ഒരെണ്ണത്തിന് നമ്മൾ ലൂസ് ചെയ്യുകയും അങ്ങനെ വെച്ചിട്ടാണ് ഇതിന് എന്ത് ചെയ്യുന്നത്, ടെൻഷനർ ടൈറ്റ് ചെയ്ത് വെക്കുന്നത്.
അപ്പൊ വൺസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിനകത്ത് നമുക്ക് സ്വന്തമായിട്ട് എല്ലാവരുടെയും വിചാരമുണ്ട് വീട്ടിൽ ഇരുന്ന് തിരിച്ചു കഴിഞ്ഞാൽ അത് പാടാണ്. കാരണം ഇതിന്റെ തിരിയൊക്കെ ഉണ്ട്. അപ്പോ ഓരോന്നിനും ഓരോ സ്റ്റഡിനും കറക്റ്റ് തിരി എണ്ണി കറക്റ്റ് ചെയ്തിട്ടിട്ടെങ്കിൽ മാത്രമേ ഇത് പ്രോപ്പർ ആയിട്ട് ഊരുമ്പോ പോലും അതിന്റെ ഒരു സ്റ്റാൻസ് ഉണ്ട്. ഇത്ര പെർസെന്റേജ് പുറത്തേക്ക് തള്ളണം, ഇത്ര ആയിരിക്കണം അതിന്റെ ലെവല്, എന്നാലേ സ്റ്റിയറിംഗ് സെന്റർ ആവത്തുള്ളൂ. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, വണ്ടി കറക്റ്റ് ആയിട്ട് പ്രോപ്പർലി ഒരു സ്റ്റേബിൾ ആയിട്ട് നിൽക്കത്തുള്ളൂ. പിന്നെ ബെനിഫിറ്റ്സിനെ പറ്റി പറയാനാണെങ്കിൽ ശരിക്കും അതായത് സ്പ്രിംഗ് ഇടുന്നതിനെക്കാട്ടിലും കോയിൽ ഓവർ ഇടുമ്പം നമുക്ക് മോർ കംഫർട്ട് ഉണ്ടാവും, കൂടാതെ നല്ലൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവും, കൂടാതെ നല്ലൊരു ഹാൻഡ്ലിംഗ് ഉണ്ടാവും. കൂടുതൽ ആൾക്കാരും ഒരു 60-ലൊക്കെ പോകുന്ന സമയത്ത് ഒരു ബോഡി റോളിംഗ് ഒക്കെ വരുന്ന സാധനം നമുക്ക് ഇതിന് ഉണ്ടാവത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു ബെറ്റർ ഫീൽ, അതായത് ഒരു ഡെയിലി ഡ്രൈവേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റേ സ്പ്രിംഗ് ഇടുമ്പോൾ പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഈ ചാട്ടം. കാരണം നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് സ്പ്രിംഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ ആൾക്കാർ തിരിച്ചു വന്ന് കൊയിലോർ ഇട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം കൊയിലോർ ഇട്ടവരൊക്കെ ഏകദേശം 60ഉം 1,00,000 കിലോമീറ്റർ ഒക്കെ ഓടിച്ചവരും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അത് പല വെറൈറ്റീസ് ഓഫ് സാധനം. അതായത് 3 വേ അഡ്ജസ്റ്റബിൾ കോയിൽ ഓവർ സിസ്റ്റം ഇട്ടിട്ടുണ്ട്, അത് സിംഗിൾ വേ അഡ്ജസ്റ്റബിൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ പല ടൈപ്പ് ഓഫ് സാധനങ്ങളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പം സോ എല്ലാരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, അയ്യോ സാധാരണക്കാരന് ഇതൊന്നും പറ്റില്ല. അതൊന്നല്ല, വണ്ടിയോട് കൂടുതൽ ഇപ്പൊ എന്താ പറയുന്ന ഒരു ബേസിക് നോളജ് ഉള്ളവരെല്ലാം കോയിലോസ് തന്നെ മാക്സിമം കീപ്പ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് കോയിലോസ് ഇത്രയും നമ്മുടെ നാട്ടിൽ എന്താ പറയുന്നത് ഇറങ്ങുക തന്നെ ചെയ്യുന്നത്. കാരണം വണ്ടിയും ഇപ്പൊ എന്താ പറയുന്നത് കുറച്ചും കൂടി എല്ലാവർക്കും പണ്ട് മുതലേ നമ്മുടെ കയ്യിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നല്ലോ. കാരണം ഒരു സൂപ്പർ കാർ മേടിക്കണം, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങണം. നമ്മുടെയൊക്കെ ജനറേഷൻ 90s കിഡ്സ് ഒക്കെ നമ്മുടെ എന്താ പറയുക ജനറേഷനിലേക്ക് എത്തിയ സമയത്ത് നമുക്കെല്ലാം ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു വണ്ടി മേടിക്കണം, ഒരു സ്റ്റാൻഡ് സ്പീഡ് ലുക്ക് ചെയ്യണം. കാരണം ഞാനൊക്കെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് സിവിക്ക്, അപ്പൊ പഴയ എന്താ പറയുന്നത് 1.2 വാഗണാറ്, 1.6 ബലേനോ, ഇതൊക്കെയാണ് എന്റെ മാർക്കറ്റ് അന്ന് ഞാൻ കാണുക. കാരണം ഞാൻ സൈക്കിൾ ഓടിച്ച് നടക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അന്ന് ശരിക്കും അതിനൊക്കെ ബിൽസിന്റെ സസ്പെൻഷൻസും നമുക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ശരിക്കും കോയിലോവറിനെ പറ്റി അറിയാം. പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അത് ലിമിറ്റഡ് സ്റ്റോക്സ് ഒക്കെ മാത്രം നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടാനുള്ളൂ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരുവിധ എല്ലാ സാധനങ്ങളും നമ്മുടെ മാർക്കറ്റ് ലെവലെ. കാരണം ഒരുവിധ ആൾക്കാർക്കെല്ലാം ഈ സാധനങ്ങൾ നീഡായി തുടങ്ങി. വേണം, ആൾക്കാർക്ക് ഇത് ആവശ്യമുള്ള കാര്യമാണ്. ഇത് കാരണം എന്ന് വെച്ചാൽ ഇത് വൺസ് ഒരാൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു സ്പ്രിംഗ് ഇട്ട ഒരാള് നേരെ വന്ന് നേരെ ഈ എന്താ പറയുക കോയിലോർ ഇട്ടൊരു വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർ കോയിലോറങ്ങ് ഇടും. അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് സംസാരിച്ച് അല്ലെങ്കിൽ പറഞ്ഞോ തന്നിട്ടല്ല ഒരു എക്സ്പീരിയൻസ് എടുക്കേണ്ടത്. കസ്റ്റമർ ഒരു കാർ ഓടിച്ച് കസ്റ്റമർ ഡെയിലി ഡ്രൈവ് ചെയ്യുന്ന വഴി കൂടെ ആ ഒരു കാർ ഓടിക്കാൻ ഭാഗ്യം കിട്ടി അവൻ ഓടിച്ച് തിരിച്ചു വരുമ്പോൾ അവന് മനസ്സിലാവും കോയിലോവർ അവന് കൊടുക്കുന്ന കംഫർട്ട് എന്താന്നുള്ളത്. കാരണം ബ്രേക്കിങ് നമുക്ക് നമ്മുടെ കൈ തന്നെ വണ്ടിക്ക് നിൽക്കും. നോർമലി സ്റ്റോക്ക് വരുമ്പോൾ ഒരു വെള്ളത്തിൽ കിടക്കുന്ന ഒരു ഫീൽ ആയിരിക്കും വരുന്നത്. അത് മാറി നേരെ ഈ സാധനം 4 ടയറും എന്താ പറയുന്നേ റോഡിൽ നിൽക്കുന്ന പോലെ ആമയൊക്കെ ഇരിക്കത്തില്ലേ, അതേ ഫീൽഡിലായിരിക്കും ഒട്ടി സാധനം താഴെ. പിന്നെ നമ്മുടെ ഇവിടുത്തെ റോഡ് കണ്ടീഷൻ വെച്ചിട്ട് നമ്മുടെ ഹമ്പിനൊന്നും പ്രത്യേകിച്ച് അളവും കാര്യങ്ങളും ഒന്നുമില്ല. ചുമ്മാ വരുന്നു പൊക്കി ഇടുന്നു പോകുന്ന സെറ്റപ്പ് ആയതിന്റെ പേര് മാത്രം പലരും കോയിലോവേഴ്സ് ഇടാൻ വേണ്ടി മടിക്കുന്നുണ്ട്, അല്ല സ്പ്രിങ്സിലേക്ക് വരാൻ വേണ്ടി മടിക്കുന്നുണ്ട്. എല്ലാ വണ്ടിക്കും സ്പ്രിംഗ് ഇടുന്നത് കൊണ്ട് കംപ്ലൈന്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാം എന്താ പറയുക ഓരോ മേക്കിനും ഓരോ രീതിയായിരിക്കും വരുന്നത്. എല്ലാം സ്യൂട്ടബിൾ ആയിട്ട് വരണമെന്നില്ല. കാരണം ഞാൻ സ്പ്രിംഗ് ഇട്ട് ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല, ഞാൻ കോയിൽ ഓവർ ഇടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ സ്പ്രിംഗിന് ഇട്ട് ഓടിച്ചാൽ എനിക്ക് ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല. അപ്പൊ ഒരിക്കലും മറ്റ് എന്താ പറയുന്നത് എന്റെ കയ്യിൽ ഇത്രയും ബഡ്ജറ്റേ ഉള്ളൂ, എനിക്ക് ഇതേ പറ്റത്തുള്ളൂ, എനിക്ക് സ്പ്രിംഗ് അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ എന്റെ മുന്നിൽ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, സ്പ്രിംഗ് ഇടുവാണെങ്കിൽ സ്പ്രിംഗ് ഇട്ടോളൂ. മാക്സിമം എന്ത് ചെയ്യുക, ആഫ്റ്റർ മാർക്കറ്റ്സ് ഈ പറഞ്ഞതിനോട്ട് കട്ട് ചെയ്ത് സ്റ്റിഫ് ചെയ്ത് അങ്ങനെ ഒന്നും ഉപയോഗിക്കാണ്ട് മാക്സിമം സ്പ്രിങ്സ് ആണ് തന്നെ റീപ്ലേസ് ചെയ്ത് ഓടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഒരു ഫാമിലി കാർ അല്ലെങ്കിൽ 4 പേര് കൊണ്ടു നടക്കുന്ന ഒരു കാറാണ്. അതിനകത്ത് ഈ പറഞ്ഞിട്ട് കൂടുതൽ എന്താ പറയുന്നത് ഉടായ്പണി ഒന്നും ചെയ്യാണ്ട് നീറ്റായിട്ട് എല്ലാം റീപ്ലേസ്മെന്റ് രീതി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംഫർട്ട് ഒട്ടും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അടിപൊളിയായിട്ട് നമുക്ക് കൊണ്ടു നടക്കാനും പറ്റും. ഇനി കോയിലോവേഴ്സ് ഇട്ട് ഉപയോഗിച്ച ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോയിലോവേഴ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്റെ കമന്റിൽ നിങ്ങൾ മെൻഷൻ ചെയ്യണം. അത് എന്റെ കസ്റ്റമർ എന്നല്ല പറ നമ്മുടെ ഹ്യൂമൻ എല്ലാവരും ഈ കോയിലോസ്, കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് മുന്നേ കോയിലോർ ഉപയോഗിച്ച ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ അവരുടെ ഒരു എക്സ്പീരിയൻസ് എന്തായാലും നമ്മുടെ കമന്റിൽ വന്ന് നിങ്ങളുടെ ഒരു കമന്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി വാങ്ങാൻ നിൽക്കുന്നവർക്ക് ഭയങ്കര ഒരു ബെനിഫിറ്റ് ആയിരിക്കും. കാരണം ഇങ്ങനെ ഇത്രയും ഒരു സംഭവം, അപ്പൊ ഞാനൊരു കസ്റ്റമർ അല്ല, ഞാനൊരു ഒരു വിൽക്കുന്ന ആൾ. അപ്പൊ ആ വിൽക്കുന്ന ഒരാൾ ഇതിന് എന്തേ പറ്റി നല്ലത് മാത്രമേ പറയുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ ചിലർക്ക് ഉണ്ടാവും. അപ്പൊ യൂസറിന് എന്ത് എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് നിന്ന് ഈ ഒരു കോയിൽ ഓവർ നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ
വളരെ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. സോ ഇനി ഒരുത്തൻ അതിലേക്ക് വരുന്നവൻ എന്തായിരിക്കും, നല്ലൊരു ഗുണമായിരിക്കും. എനിവേ, ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് നന്ദി പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയി കാണാം. എനിവേ, ഗ്ലാൻസ ഒരു സ്റ്റാൻസ് ലുക്കിൽ തന്നെ ഇടാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഫുൾ ഡ്രോപ്പ് ഇടുന്നില്ല, കാരണം ഒരു ഡെയിലി യൂസർ ആണ്. അപ്പം അവൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരുപാട് താക്കണ്ട, അവനൊരു 2.5 2 ഫിംഗർ ഗ്യാപ്പ് കൊടുത്താൽ മതി, അവൻ അതിൽ ഭയങ്കര കംഫർട്ട്, കാരണം 3 പേരെ എപ്പോഴും ട്രാവൽ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. സ്പെസിഫിക് ആയിട്ട് ഇന്ന് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് 7.5 ET35 എന്ന് പറയുന്ന ഹൈപ്പർ സിൽവർ ഒരു നല്ല വീലാണ്, വൈസ് പോക്കറ്റ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ റാപ്പ് ചെയ്തേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 205/45/17 സ്പോട്ട് ഡ്രൈവ് എന്ന് പറഞ്ഞ ടയറോടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലാണ് നമ്മൾ ഈ ഗ്ലാൻസ് എന്ത് ചെയ്യാൻ പോകുന്നത്, ലോ വെയ്ഡ് ചെയ്യാൻ പോകുന്നത്. എനിവേ, ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നവരെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് സ്റ്റേ ട്യൂൺ. അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ, സീ യു ഗൈസ്.